തിരുവനന്തപുരം BMG ജംഗ്ഷനിൽ സാധാരണ ഇതിൽ ഒരു 10 സെൻറ്റും ഒരു വീടും കൂടെ വാങ്ങുന്ന പൈസയ്ക്ക് 19 സെൻറ്റിൽ 2 വീട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ. BMG ജംഗ്ഷന് തൊട്ടടുത്താണ്. BMG ജംഗ്ഷൻ എന്ന് വരുമ്പോഴത്തേക്കും ലോ കോളേജ് ജംഗ്ഷൻ വരെ അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ടിലോട്ട് കാണുന്ന വഴി, അതായത് ലോ കോളേജിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ഇവിടെ ഇത് കാണുന്ന 2 വീടുകളാണ്. ഈ ഒരു വീട് ഇതിൻ്റെ പിൻവശത്തായിട്ടൊരു വീട്. നിലവിൽ ഇത് രണ്ടും ഒരു കോമ്പൗണ്ടാണ്. പക്ഷേ 2 വീടുകൾക്കും ഇതുപോലുള്ള നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. പ്രോപ്പർട്ടി വരുന്നത് ലേലൂമിയർ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ വലതുവശത്തോട്ടൊരു വഴിയുണ്ട്. അതുവഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിൻവശത്തുള്ള വലിയ വീട്ടിൻ്റെ ഫ്രണ്ടേജായി. ഈ ഫ്രണ്ടേജിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സെൻറ്റ് ജോസഫ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ആർച്ച് കാണാം. അതുവഴി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് കാണുന്ന വീട് ഇവിടെ ഒരു ദേവ്ധൻ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 വീടുകളാണ്. ഈ 2 വീടുകളായിട്ട് വെക്കാൻ കാരണം ഇതിനകത്ത് ഇതിൻ്റെ ഓണറിനും താമസിച്ച് പിൻവശത്ത് അവർക്കൊരു ഓർഫണേജ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ടിരുന്ന വീടാണ്. പിന്നീട് അവർ ഈ ഓർഫണേജ് വേറെ പല സ്ഥലത്ത് നടത്തി. ഇവിടെ ആണെങ്കിൽ ആരും താമസിച്ചിട്ടില്ല. ആ കണ്ടീഷനിൽ പുത്തൻ കണ്ടീഷനിലാണ് വീട് കിടപ്പുള്ളത്. 2007 പണി കഴിപ്പിച്ചിട്ടുള്ള വീടുകളാണ്. 2 ഫുള്ളായിട്ട് ഇഷ്ടികയിലും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും നിർമ്മിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ താമസയോഗ്യമാണ്. ഇനി ഇത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. ടോട്ടലായിട്ട് 19 സെൻറ്റിൽ 2 വീടുകളാണ്. ഇനി അതല്ല 9.5 സെൻറ്റ് വീതം സ്ഥലമാക്കി അതിനകത്ത് 2 വീടും സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ. നമുക്ക് വീടിൻ്റെ മുൻവശത്തുള്ള വാതിലിൻ്റെ താക്കോലുകൾ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലിരിക്കുകയാണ്. നമുക്ക് പിൻവശത്തൂടെ കയറി കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള മുറ്റമുണ്ട്. ഒത്തിരി ഗാർഡനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാർ പാർക്കിംഗ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3-4 വണ്ടികൾ ഇടാവുന്ന രീതിയിൽ വലിയ കാർ പാർക്കിംഗ് സൗകര്യം, കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അതുവഴി പോയി ഞാൻ പിൻവശത്തൂടെ അകത്തേക്ക് കയറി ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. ശരിക്കും 2 വീടുകളിലെ മുൻവശത്തെ താക്കോൽ ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പിൻവശത്തുള്ള വാതിൽ വഴിയാണ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് കയറുന്നത്. ഇതാണ് നമ്മുടെ 2 വീടിൻ്റെയും ബാക്ക് യാർഡ്. ഈ വീടിൻ്റെയും ബാക്ക് യാർഡ് വരും, ആ വീടിൻ്റെയും ബാക്ക് യാർഡ് ഇത് തന്നെയാണ്. ശരിക്കും ഇതാണ് മുൻവശത്തെ വാതിൽ വരുന്നത് കേട്ടോ. ആ വാതിൽ വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറി വരേണ്ടത്. കയറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ കാണുന്നൊരു വലിയൊരു കോമൺ സ്പേസ് കാണാം. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡൈനിങ് വരും. ഈ ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് ഇതുപോലൊരു പാറ്റിയോയിലേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ ഗാർഡൻ എല്ലാം തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന് വേണ്ടി ഇതുപോലെ വെള്ളമെല്ലാം അതിൻ്റെ ചെടികളുടെ മൂട്ടിലെത്തുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് കിച്ചൺ വരുന്നത് ഇതുപോലൊരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഈ കിച്ചണിൽ കാണുന്ന പാത്രവും സ്പൂണും ഉൾപ്പെടെ എല്ലാ സാധനവും ഇതിനകത്തുണ്ടാകും കേട്ടോ. അത് ഉൾപ്പെടെയാണ് ഇന്ന് വില പറയുന്നത്. അടിപൊളി ഒരു വിലയായിരിക്കും കേട്ടോ. ഈ കാണുന്ന പോലെ ഒരു കട്ട്ലറി ഷെൽഫ്. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ കാണാം. അവിടെയായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ എല്ലാം ഇതിനകത്തുണ്ട്. ഒരു സാധനം നിങ്ങളിനി വാങ്ങണ്ട. ഈ ഭാഗത്തായിട്ട് നമുക്കത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം കാണാം. പക്ഷേ നമുക്ക് ഈ ബാത്റൂം സ്പേസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ വാതിൽ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ വരുന്നത് സെറ, റോക്ക പോലുള്ള പ്രീമിയം ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലായിടത്തും വാഷ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വലിയൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കബോർഡ്, AC എല്ലാ സാധനവും ഇൻസ്റ്റാൾഡ് ആണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു കോമൺ സ്പേസ്. ഈ ഭാഗത്തായിട്ടൊരു ബാൽക്കണി. ഇവിടെ ഒരു കോമൺ ബാത്റൂം. പക്ഷേ ഈ ബാത്റൂമിന് ഈ ബെഡ്റൂമിൽ നിന്നും എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് അടുത്ത് വലിയൊരു ബെഡ്റൂം. ഇങ്ങനെ ടോട്ടലായിട്ട് 3 ബെഡ്റൂംസാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. എല്ലാ റൂമുകളിലും ഇതുപോലെ AC ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കബോർഡ്സ് എല്ലാ റൂമുകളിലും ഇതുപോലെ വലിയ കബോർഡ്. അങ്ങനെ ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കട്ടിൽ, സൈഡ് ടേബിൾ, അല്ലാണ്ട് കാണുന്ന ഫർണിച്ചർ എല്ലാ സാധനവും ഇതിനകത്തുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഇതിനെ വീട്ടിൽ താമസിക്കാൻ വരികയാണെങ്കിൽ ഒന്നും വാങ്ങണ്ട. എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്തുണ്ട്. ഇതിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഉൾപ്പെടെയാണ് ഞാൻ ഇന്ന് വില പറയാൻ പോകുന്നത്. ശരിക്കും നമ്മുടെ ഈ വീടിൻ്റെയും ഫ്രണ്ടേജ് എന്ന് പറയുന്ന അപ്പർ സൈഡാണ്. ഇപ്പം ഞാൻ ബാക്കിലൂടെയുള്ള ഡോർ വഴിയാണ് കയറി കാണിക്കുന്നത് കേട്ടോ. മുൻവശത്തുള്ള വാതിലിൻ്റെ ഇത് ചാവി വന്നിട്ട് ഇപ്പോഴും സ്വിറ്റ്സർലൻഡിലിരിക്കുവാണ്. നിങ്ങൾ വീട് വാങ്ങുന്ന സമയത്ത്, അതായത് അടുത്ത മാസം ആ സാധനം കൊണ്ട് ആളുങ്ങെത്തും. അപ്പോൾ ഈ രീതിയിലൊരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ലിവിങ് ഏരിയ ഒക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും നമ്മളെ ഫ്രണ്ട് ഡോർ കേട്ടോ. മുൻവശത്ത് അവിടെ നമുക്ക് റോഡടക്കം ഉണ്ട്. അപ്പോൾ അവിടെയും ഗേറ്റ് ഇട്ടിട്ടുണ്ട്. അതുവഴി നമുക്ക് ഇങ്ങോട്ട് കയറാവുന്നതാണ്. ഈ കാണുന്ന പോലെ വളരെ വലിയൊരു ഡൈനിങ് സ്പേസാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഇത്രയും സ്പേസ് കൊടുക്കാൻ കാരണം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവർക്കൊരു ഒരു ഓർഫണേജ് നടത്തണമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു സ്പേസൊക്കെ ഈ വീട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന പോലെ കട്ട്ലറി ഷെൽഫ്. ഇതിൽ കാണുന്ന ഫ്രിഡ്ജ് തന്നെ നമുക്ക് ഇതിനകത്ത് 3 ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ റൂമിലൊരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഇതിൽ കാണുന്ന സാധനങ്ങളെല്ലാം ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. ഈ ഒരു ഇൻറ്റീരിയർ റീസെൻ്റായിട്ട് ചെയ്തതാണ്. ഇത് വന്നിട്ട് ഡി ലൈഫിൻ്റെ ഇൻറ്റീരിയറാണ്.
ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇൻഡക്ഷൻ അടക്കമുള്ള ഒരു ഹോബാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, കാഫിൻ്റെതാണ്. അതുപോലെ ചിമ്മിനി നമുക്കിതാ ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനല്ല ഇതിനകത്ത് ഇൻസ്റ്റാൾഡ് ആണ്. കസ്റ്റം മെയ്ഡ് ഫ്രിഡ്ജാണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ ഫ്രിഡ്ജ് ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ആ ഒരു കളർ തീമുമായിട്ട് മാച്ച് ചെയ്ത് പോകും. അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ വേണ്ട ഒരു കിച്ചൺ കാണാം. ഈ ഭാഗത്തും നമുക്കിതാ വലിയൊരു സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. 375 ലിറ്ററിൻ്റെ വലിയൊരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. നമ്മുടെ ഈ ഒരു വീടിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് 4 ബെഡ്റൂംസും പ്ലസ് ഒരു വലിയൊരു ഡോർമെറ്ററി റൂമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് കേട്ടോ. മേളത്തെ നിലയിൽ ഇതേ സെയിം ലേഔട്ടിൽ തന്നെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. ഈ കാണുന്ന പോലെ വലിയ സ്പേസ് ആണ്. ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും തമ്മിൽ സെപ്പറേറ്റ് എൻട്രി ആണ് കേട്ടോ. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് അടുത്തൊരു റൂമും കാണാം. ഈ റൂം വരെയാണെന്നുണ്ടെങ്കിലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഇൻസ്റ്റാൾഡ് ആണ്. കബോർഡും AC എല്ലാ സാധനവും ഉള്ള ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ വീട് വിൽക്കാൻ വന്നിട്ടുള്ളത്. മേളിലത്തെ നിലയും കൂടെ കാണിച്ചിട്ട് വില പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇതുപോലൊരു കോമൺ സ്പേസ്, ഈ ഭാഗത്തായിട്ടൊരു ബാൽക്കണി ഏരിയ, താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ ഒരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. റൂമുകളിലെല്ലാം കബോർഡും കട്ടിലും എല്ലാ സാധനവും ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല. മിക്കവാറും എല്ലാ റൂമുകളിലും AC എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. ഇതാണ് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം. ഇതുപോലെ കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ടോയ്ലറ്റും ബാത്റൂമും തമ്മിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഡോറടക്കം കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ആരും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അത്രയും പുത്തൻ കണ്ടീഷനിലാണ് ഇരിപ്പുള്ളത്. വീടിന് പഴക്കമുണ്ടെങ്കിലും ഇതിനകത്ത് ആൾക്കാർ താമസിച്ചിട്ടുള്ളത് വളരെ വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ താമസിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ സ്വിറ്റ്സർലാൻഡിലുള്ള ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ വീട്ടിൽ വല്ലപ്പോഴും താമസിക്കും, അല്ലാണ്ട് ആരും താമസിച്ചിട്ടില്ല. ഈ ഒരു റൂം നമുക്കൊരു ഡോർമെറ്ററി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവർക്കൊരു ഓർഫനേജ് ഒക്കെ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഡോർമെറ്ററി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 ബാത്റൂംസ് ഉണ്ട്, 2 ടോയ്ലറ്റ്സ് ഉണ്ട്. ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഡോറെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ ഒരു പാത്രങ്ങളെല്ലാം കഴുകാൻ ഒരു വാഷ് ബേസിന് ഇതുപോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു കോമൺ സ്പേസ്, ഇവിടെ തുണിയൊക്കെ വേണമെങ്കിൽ ഉണങ്ങാനിടാം. ഇവിടെ 2 ടോയ്ലറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വീടിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോസ്റ്റലായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. പിൻവശത്ത് ഉടമയ്ക്ക് താമസിക്കാം. ഈ ഒരു വീട് ഫുള്ളായിട്ട് ഹോസ്റ്റലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ചുറ്റുമുള്ളത്. വികാസ് ഭവൻ, സെക്രട്ടേറിയറ്റ്, ഇവിടെ നിന്ന് പട്ടം പോകാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. ലോ കോളേജ് തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും പിള്ളേരോ അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ താമസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം പോസിബിലിറ്റീസാണ് കേട്ടോ. ആ രീതിയിൽ നല്ല കിടില ഒരു പ്രോപ്പർട്ടിയാണ്, മിസ്സാക്കല്ലേ. ശരിക്കും ഇതാണ് നമ്മുടെ ഈ ഒരു വലിയ വീടിൻ്റെ മുൻവശം വരുന്നത്. ഇവിടുത്തെ ചാവി ഇല്ലായിരുന്നുകൊണ്ടാണ് നമ്മൾ ഇതുവഴി കയറി കാണിക്കാത്തത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടേജ് വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീതിയുള്ള റോഡ് തന്നെയാണ് വരുന്നത്. ലേ ലൂമിയർ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു വഴി, ആ വഴി ഇറങ്ങുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ആദ്യത്തെ ഗേറ്റ് കാണാം. ഇതുവഴി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എൻട്രൻസ് ഇടാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 9.5 സെൻറ്റും വീടും വരുന്ന രീതിയിൽ 2 പ്ലോട്ടായിട്ടും കൊടുക്കും. ഇനി അതല്ല, മൊത്തത്തിൽ നമുക്ക് ഈ കാണുന്ന 19 സെൻറ്റും 2 വീടുകളും കൂടെ ആയിട്ട് ഉദ്ദേശിക്കുന്ന വില 4.5 കോടി രൂപയാണ്. അതും പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. പക്ഷേ 2 ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ വരും, കുറച്ചുകൂടെ ഒന്ന് കൂടുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം.